മങ്കടയുടെ വിയോഗം മലയാള സിനിമാ ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ്. 4 ചുമരുകൾക്കുള്ളിലെ സ്റ്റുഡിയോ ലൈറ്റുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ മലയാള സിനിമയെ വിശാലമായ ക്യാൻവാസിലേക്ക് പകർന്ന വ്യക്തിയാണ് മങ്കട രവിവർമ്മ. നിഴലിനെയും പ്രകാശത്തിനെയും തനിമയത്തോടെ സമന്വയിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ മേന്മ എത്രമാത്രമാണെന്ന് മലയാളിക്ക് പഠിപ്പിച്ചു തന്ന ഛായാഗ്രഹകൻ കൂടിയാണ് മങ്കട രവിവർമ്മ. ചോറൊന്നും ആയില്ലയോ? ശങ്കരൻകുട്ടി പേടിക്കണ്ട, കറിക്കറിയുന്ന വൈകുന്നേരത്തേക്ക്. എന്താ വിശപ്പായോ? വിശപ്പായോന്ന് ചോദിച്ചാ എന്നാ കഴിച്ചു വാ. 1970-ൽ PN മേനോൻ സംവിധാനം ചെയ്ത ഓളവും തീരവും എന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് മങ്കടയായിരുന്നു. മലയാള സിനിമയെ ഔട്ട്ഡോറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും ഓളവും തീരവുമായിരുന്നു. കരിമ്പിൻ തോട്ടം കണ്ണുനീർ തേവി തേവി കരളിതിൽ വിളയിച്ച കനകക്കിനാവിന്റെ കരിമ്പിൻ തോട്ടം. മലയാളത്തിലെ അക്കാലത്തെ പ്രമുഖ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചതും മങ്കടയായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ ഒടുവിലത്തെ 2 ചിത്രങ്ങൾ ഒഴിച്ചാൽ എല്ലാ ചിത്രങ്ങൾക്കും മങ്കടയായിരുന്നു ക്യാമറ. അവിവാഹിതനായ മങ്കടയ്ക്ക് എന്നും പ്രണയം സിനിമയോടായിരുന്നു. എന്നാൽ ഇന്ത്യൻ സിനിമ മങ്കടയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നതും ഒരു ദുഃഖസത്യം മാത്രം. ACV ന്യൂസ്, ആറ്റിങ്ങൽ.